തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞതിന്റെ നടുക്കം ഇപ്പോഴും പ്രദേശത്തുകാർക്ക് മാറിയിട്ടില്ല. പുലർച്ചെ 12:30-ഓടെയായിരുന്നു സംഭവം. നേർച്ചയ്ക്കിടെ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ആന ഇടയുകയായിരുന്നു. നിരവധി പേർക്കാണ് പരിക്കേറ്റത്. പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആന മദമിളകിയതിനെ തുടർന്ന് ഒരാളെ തൂക്കിയെറിഞ്ഞു. ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. പരിക്കേറ്റ ഇയാളെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ആള് ആരാണെന്നുള്ളത് ഇതുവരെക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ സമയം വരെ അറിഞ്ഞിട്ടുള്ളത്. കാരണം അറിയാൻ അദ്ദേഹത്തിന്റെ അടുത്ത് രേഖകളും കണ്ടിട്ടില്ല എന്നുള്ളത്. ആനയിടഞ്ഞതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് നിരവധി പേർക്ക് പരിക്കേറ്റത്. പാപ്പാൻ ഇടപെട്ട് ആനയെ തളച്ചതോടെ കൂടുതൽ അപകടം ഒഴിവായി. 28 ആളുകൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇത്ര വർഷമായിട്ടും ഇത്തരത്തിലൊരു സംഭവം നേർച്ചയ്ക്കിടെ ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശത്തുകാർ പറയുന്നത്. ഇന്നവരെ അങ്ങനത്തെ ഒരു അനിഷ്ട സംഭവങ്ങൾ ഇവിടെ നടന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപകടത്തിൽ പരിക്കേറ്റവരിൽ 2 പേർ കോട്ടയ്ക്കലിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ ഒരാളുടെ സ്ഥിതി ഗുരുതരമാണ്. അതേസമയം ആന തൂക്കിയെടുത്തെറിഞ്ഞയാളുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നതായാണ് വിവരം. ബാക്കിയുള്ളവർ പ്രാഥമിക ചികിത്സ തേടിയതിനു ശേഷം ആശുപത്രി വിട്ടു. മണിക്കൂറുകളോളമാണ് നേർച്ച പരിപാടികൾ സ്തംഭിച്ചത്. തുടർന്ന് ഒരുവിധം ശാന്തമായതോടെയാണ് തുടർ പരിപാടികൾ നടന്നത്. ഈ ചാനൽ ന്യൂസ് തിരൂർ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.